ഫാസിൽ റസാഖ് മലയാള സിനിമയിലെ പുതുമുഖ സംവിധായകനാണ്. തുടക്കം തന്നെ അതിഗംഭീരമാക്കിയ സംവിധായകൻ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തിരുവനന്തപുരത്ത് നടന്ന കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം കൈപ്പിടിയിലാക്കിയാണ് പട്ടാമ്പി സ്വദേശിയായ ഫാസിൽ ശ്രദ്ധേയനായത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഫാസിലിന്റെ തടവ് എന്ന ചിത്രത്തിന് നിറഞ്ഞ കയ്യടിയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത്. പേര് ഗീത. മുഴുവൻ പേര് പറയൂ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ എത്രത്തോളമായിരിക്കും, പ്രത്യേകിച്ചും ഒരു സ്ത്രീ. അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് ഫാസിൽ റസാഖിന്റെ തടവ്. അംഗനവാടി ടീച്ചറായ ഗീതയുടെ ജീവിതത്തിലൂടെ സിനിമ നമ്മെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥയാണ് തടവ്. 88 മിനിറ്റുകൾ കൊണ്ട് മനുഷ്യവികാരങ്ങളെ മുഴുവൻ ഒപ്പിയെടുക്കാൻ ഫാസിൽ റസാഖിന് സാധിച്ചുവെന്നതാണ് സിനിമയുടെ വിജയം. 2 വിവാഹ ജീവിതങ്ങളിലൂടെ ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ, പ്രണയം, ദേഷ്യം, വൈരാഗ്യം, സൗഹൃദം, നിസ്സഹായാവസ്ഥ തുടങ്ങി എല്ലാ വികാരങ്ങളിലൂടെയും സിനിമ സഞ്ചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിത പശ്ചാത്തലങ്ങളിലാണ് കഥ അണിയിച്ചൊരുക്കിയത്. തടവ് ആദ്യ ഫീച്ചർ ചിത്രമാണെങ്കിലും 2021 കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ ഫാസിലിന്റെ അതിര്, പിറ എന്നീ ഹ്രസ്വചിത്രങ്ങൾ പുരസ്കാരങ്ങൾ നേടിയിരുന്നു. ഇപ്പോൾ മികച്ച സംവിധായകനുള്ള രജത ചകോരം തടവിലൂടെ ഫാസിലിനെ തേടിയെത്തി. വാർത്തകൾ വഴി അറിഞ്ഞ കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് തടവിന് കാരണമായത്. അതിനെ അടിസ്ഥാനമാക്കി ഒരു പശ്ചാത്തലം ഒരുക്കിയാണ് ഫാസിലിന്റെ സൃഷ്ടി. വളരെ സന്തോഷമുണ്ട്. നമ്മള് സിനിമ ആദ്യ ഷോർട്ട് ഫിലിം ചെയ്ത് നമ്മുടെ ഈ പരുതൂര് ഈ ഏരിയ തന്നെയാണ്. അപ്പോൾ ടീച്ചറും നമ്മുടെ സിനിമയിലുള്ള ആളുകൾക്ക് തന്നെ ആയിരുന്നു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പിറ എടുത്തു, അതും ഈ ഭാഗത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ 2 ഷോർട്ട് ഫിലിമും തന്നൊരു കോൺഫിഡൻസ് ഒക്കെ തന്നെയാണ് സിനിമ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. പിന്നെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെന്നായിരുന്നു ഈ 3 വർക്കുകളിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് IFFK പോലൊരു വേദിയിൽ അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അതും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ്. നമുക്കവിടെ മത്സര വിഭാഗത്തിൽ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അത് വളരെ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അവിടെ എത്തി സിനിമ കണ്ട് ആളുകളുടെ അഭിപ്രായം കിട്ടിയപ്പോൾ ഒന്നുകൂടി സിനിമയെക്കുറിച്ചുള്ള ഒരു ആ കോൺഫിഡൻസ് കിട്ടി നമുക്ക്. തടവ് ഒരു മധ്യവയസ്കയായിട്ടുള്ള അംഗനവാടി ടീച്ചർ, അവർക്കൊരു ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യം അവർ നേരിടേണ്ടി വരുന്നു. അവരെങ്ങനെ അതിനെ മറികടക്കുന്നു, അതുപോലെ അവരുടെ സുഹൃത്തുക്കള്, അവരുടെ മക്കള്, അവരുടെ ഇമോഷൻ, ബേസിക്കലി നമ്മളെ ഹ്യൂമൻ ഇമോഷൻസ് ആണ് സിനിമയിൽ പറയുന്നത്. ഗീത അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് കഥ മുമ്പോട്ട് വന്നത്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, സൊസൈറ്റി അവരെങ്ങനെ നോക്കി കാണുന്നു, അവർ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുന്നു, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള സാഹചര്യം? ചെറുപ്പം മുതലേ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഒരുപാട് സിനിമകൾ, സ്കൂൾ കാലം മുതലേ സിനിമകൾ, ഒരു ദിവസം ഒരു സിനിമ കാണാമെന്നുള്ളൊരു ആ ഒരു പാറ്റേണിലാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് അങ്ങനെയാണ് എറണാകുളത്ത് പോയി പഠിച്ച്, അങ്ങനെ നമുക്കൊരു ടീം സെറ്റായി അങ്ങനെ സിനിമകൾ ചെയ്തിട്ടാണ് പഠിച്ചത്. ആരും നമ്മളങ്ങനെ ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടില്ല. എല്ലാവരും ചെറിയ ചെറിയ സിനിമകൾ ചെയ്തിട്ടാണ് ആ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സ് പഠിച്ചെടുത്തത്. മാനുഷിക വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ അതിജീവനമാണ് സിനിമ പറയുന്നത്. പാലക്കാട് പട്ടാമ്പി പ്രദേശത്താണ് സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. പള്ളിപ്പുറം പ്രദേശവാസികളായ അധ്യാപകരായ അനിത, ബീന, സുബ്രൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. എനിക്ക് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഡയറക്ടർക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ഒരു മോട്ടിവേഷനായി എന്നുള്ളതാണ്. ഞങ്ങൾ ഇംഗ്ലീഷ് തിയേറ്റർ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ബീന ടീച്ചറുടെ അഭിനയവും അതിലേക്ക് ലിങ്ക് ചെയ്തുകൊണ്ട് കുട്ടികളുടെ പാഠപുസ്തകത്തെ നമ്മൾ ഡ്രാമ എന്ന രീതിയിൽ നടത്താറാണ് പതിവ്. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വിദ്യാലയത്തിൽ ചെയ്യുന്നതിന് ഈ ഡ്രാമ സഹായിക്കാറുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സുബ്രൻ വരും. അപ്പോൾ ഞങ്ങൾ വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതെനിക്ക് വളരെ സന്തോഷമായി. കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് ഡയറക്ടർക്ക് ഒരു മോട്ടിവേഷനായി എന്ന് പറയുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഒരു ചെറിയ ഷോർട്ട് ഫിലിമിൽ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്, പിറ എന്നതിൽ. പിന്നെ സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. അതൊരു വ്യത്യസ്തമായ അനുഭവമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഡയറക്ടർക്ക് എന്ന് പറയുമ്പോൾ
പൊതുവെ ഭയങ്കര ദേഷ്യം, നമുക്കൊരു ഫ്രീഡം ഒന്നും തരില്ല എന്ന് ബീന പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തികച്ച് വ്യത്യസ്തമാണ്. നമുക്ക് ഒരു മാസം നമുക്കൊരു ട്രയൽ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ട്രയലായിട്ട് നമ്മുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു തരും, അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. ഡയലോഗൊന്നും കറക്റ്റ് പറയില്ല, അപ്പോൾ നമ്മൾ തന്നെ ഡയലോഗൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉമ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ വിചാരം സാരിയൊക്കെ എടുത്തിട്ട് നല്ല രസകരമായ ഒരു ടീച്ചർ അങ്ങനെ ചെയ്താൽ മതി എന്നായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് കഴിഞ്ഞു കുറച്ച് ട്രയലൊക്കെ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഉമ എന്ന ക്യാരക്ടർ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ ഇനി പ്രഗ്നൻ്റ് ആവണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ ആദ്യം ടീച്ചറെ 4 മാസത്തെയാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. പ്രഗ്നൻ്റ് ആകുമ്പോൾ അത് വെക്കാനുള്ള ഒരു സജ്ജീകരണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 4 മാസം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ഷീല ടീച്ചറോട് പറഞ്ഞു 4 മാസത്തിന് അങ്ങനെ വയറൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു 4 മാസം വയറൊന്നും ഇല്ലാതെ നന്നായി ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഫാസിലിനോട് ഞാൻ പറഞ്ഞു അതെ 4 മാസത്തിന് അങ്ങനെ വയറൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാവില്ലേ ചോദിച്ചു. അപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫാസിൽ പറഞ്ഞു അതെയാ, അങ്ങനെയാണെങ്കിൽ ഒരു 7 മാസത്തെ വയറ് വെച്ചോളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയണ്ടായിരുന്നില്ല എന്നായി. അത്രയും നല്ല അങ്ങനത്തെ ഒരു വളരെ രസകരമായ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അതേപോലെ സിനിമയിലൊരു ടീച്ചറെ ഒരു 12 സീനുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 12 ചുരിദാർ വേണം. അപ്പോൾ എൻ്റെ വിചാരം 12 അടിപൊളി ചുരിദാറൊക്കെ ഇട്ട് നന്നായി ചെയ്യാമെന്ന്. വീട്ടിലേക്ക് ഫാസിൽ വന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 4 ചുരിദാർ അടിപൊളി ചെയ്ത് കൊടുത്ത് പറഞ്ഞു ടീച്ചർ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഏതാ വേണ്ടത്? അപ്പോൾ വീട്ടിൽ ഇടുന്ന പഴയ ചുരിദാറുകളാണ് മൊത്തം. അപ്പോൾ പഴയ ചുരിദാർ കണ്ടപ്പോൾ അപ്പോഴാണ് എനിക്ക് ഇത് ഇങ്ങനെയൊക്കെയാണല്ലേ സിനിമ. അതേപോലെ നമ്മൾ സൈറ്റിലേക്ക് വരുന്ന സമയത്ത് പൗഡറൊക്കെ ഇട്ട് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരും ഞാൻ. അപ്പോൾ ടീച്ചർ അതെല്ലാം തുടച്ച് കളയും. അങ്ങനെ പിന്നെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് എല്ലാം തുടച്ച് കളയും. പിന്നെ ഞാൻ സൈറ്റിലേക്ക് വരുമ്പോൾ വെറുതെ കുളിക്കുക, വീട്ടിലിരുന്ന് ഡ്രസ്സ് ഇട്ടിട്ട് വരിക, അങ്ങനത്തെ ഒരു അവസരമായി. അപ്പോൾ എന്നോട് ചോദിക്കും വീട്ടിൽ ഇത് നീ ഷൂട്ടിങ്ങിന് പോവല്ലേ എന്ന്. ആ ഷൂട്ടിങ്ങിന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കുന്നു. പക്ഷേ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വേറെ ആയിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പിക്ചറെന്ന് മനസ്സിലായത്. അപ്പോൾ ക്വൈറ്റ് എക്സൈറ്റഡ് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഷെയർ ചെയ്യേണ്ടായിരുന്നത്. സിനിമയുടെ പരിചയം എന്ന് പറഞ്ഞാൽ MG ശശി സംവിധാനം ചെയ്ത 1-2 ഷോർട്ട് ഫിലിമുകൾ, അതുപോലെ സുദേവൻ പെരിങ്ങോട് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമും അതുപോലെ ഫിലിം, ഇതിൻ്റെ ഒരു പരിചയമാണ് എനിക്ക് സിനിമ ലോകത്തുള്ളത്. അതിനുശേഷമാണ് ഫാസിലിൻ്റെ അതിര്, പിറ 2 ഷോർട്ട് ഫിലിമുകൾ ചെയ്യാനുള്ളൊരു അവസരം ലഭിച്ചത്. ആ ഒരു വർക്ക് കഴിഞ്ഞോട് കൂടിയിട്ട് ഈ കുട്ടികളായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു, അടുപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫാസിൽ തടവിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തരുന്നത്. അതിപ്പോൾ ഞങ്ങളെല്ലാവരും വായിച്ചു. അത് വായിച്ചപ്പോൾ അതിലത്തെ കേന്ദ്ര കഥാപാത്രം ഗീത, ആ കഥാപാത്രത്തെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ത്രില്ല് എൻ്റെ പ്രിയ കൂട്ടുകാരിയായിട്ടുള്ള അനിത ടീച്ചർക്കായിരുന്നു. കാരണം ഇത്രയും കാലം ചെയ്തു വെച്ച നാടകങ്ങളായാലും സിനിമകളായാലും എൻ്റെ ഒരു എല്ലാ സ്കില്ലുകളും പുറത്തേക്ക് വരുന്ന, എൻ്റെ അഭിനയത്തിൻ്റെ എല്ലാ മേഖലകളും പുറത്തേക്ക് വരുന്ന ഒരു ഇന്നേ വരെ അങ്ങനത്തെ ഒരു അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് നിനക്ക് നല്ലൊരു അവസരമാണെന്ന് പറഞ്ഞിട്ട് വളരെ ത്രില്ലോട് കൂടി ഏറ്റെടുത്തത് അനിത ടീച്ചറാണ്. പിന്നെയാണ് ഞാൻ മെല്ലെയാണ് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും 1 മാസത്തോളം ഉള്ള റിഹേഴ്സൽ, അത് കഴിഞ്ഞിട്ടുള്ള ഷൂട്ട്. അപ്പോൾ ഏത് രീതിയിൽ അത് പുറത്തേക്ക് വരിക എന്നുള്ള നല്ല ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഈ കേന്ദ്ര കഥാപാത്രത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കഥ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ല പേടിയോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കി കണ്ടത്. പക്ഷേ ജിയോ മാമിലേക്ക് ഞങ്ങൾക്ക് അവസരം കിട്ടി, അതിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ അവിടുത്തെ റിവ്യൂ കേട്ടപ്പോൾ ഒരു ആശ്വാസം വന്നു. കാരണം ഇത് ഈ കഥാപാത്രത്തിന് അല്ലെങ്കിൽ സിനിമ നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം. അതിനുശേഷം ഇപ്പോൾ IFFKയിലേക്ക് സെലക്ഷൻ കിട്ടി, അതിൽ അവാർഡ് കിട്ടി. 2 അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഫാസിലിൻ്റെ ആ ഡയറക്ഷൻ്റെ ഒപ്പമുള്ള ക്യാമറയുടെ ഒപ്പം തന്നെയാണ്. മറ്റേ പിറ, അതുപോലെ തന്നെ അതിര്, അങ്ങനെ 2 ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനുള്ളൊരു അവസരം ഫാസിൽ വഴിവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പടം ഈ സിനിമ ഇറക്കിയപ്പോൾ അതിലും മോശമല്ലാത്തൊരു കഥാപാത്രത്തെ ഫാസിൽ തന്നു. അത് ഏറെക്കുറെ നന്നായി ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിലും നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്. പൂർണ്ണമായിട്ടും നന്നായി എന്ന് പറയുന്നില്ല, എങ്കിലും അത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ നീരജ്
നീരജ് വഴിയാണ് ഫാസിലും ഞാനൊക്കെ പരിചയപ്പെടുന്നതും. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്നത് ആ ഒരു വഴിയാണ്. പൊതുവെ ഞാൻ ഈ കുട്ടികളുടെ ബാലസംഘം വഴിയാണ് ഈ അഭിനയ രംഗത്തൊക്കെ വരുന്നത്. ബാലസംഘം, കളിവണ്ടി, വേനൽത്തുമ്പി ആ സംവിധാനത്തിൽ കൂടെ തന്നെയാണ് വരുന്നത്. എൻ്റെ ഇതിൽ പറയുമ്പോൾ, ഇവിടെ പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ എൻ്റെ പാണിമാഷ്. എൻ്റെ പാണിമാഷാണ് എന്നെ കൈ പിടിച്ചിട്ട് ഈ കളിവണ്ടി എന്നുള്ള സംവിധാനത്തേക്ക് പാണിമാഷാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തൊന്നും മറക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ആ ഒരു ഇതുതന്നെയാണ് ഇന്നിപ്പോൾ ഫാസിലിൻ്റെ ഇത്രയും നല്ലൊരു സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടായതെന്ന് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പൊതുവെ ഈ സിനിമ പരുതൂര് ആ ഗ്രാമത്തിനെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ എത്തിച്ചു എന്ന് പറയാതെ ഇരിക്കാൻ വയ്യ. കാരണം ഇത്രയും നല്ലൊരു സിനിമ ഇങ്ങനെ അഭിപ്രായങ്ങളും ജനപ്രിയ ചിത്രമായി മാറാനും ഉള്ളൊരു പ്രയത്നം ഫാസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ യുവ സംവിധായകനായിട്ട് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി ഫാസിൽ ഉയർന്നത്. ഇനിയും ഉയർച്ചയിലെത്തട്ടെ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അത് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ലുണ്ട്. ഞങ്ങളെ മൂന്നാളും ഈ സ്കൂളിൽ ഇവർ പാഠപുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് ഡ്രാമിങ് സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അവരൊപ്പം വന്ന് ചെന്ന് സഹായിക്കലും പ്രോപ്പർട്ടീസ് ഉണ്ടാക്കലും അങ്ങനെ എല്ലാ വിധത്തിലും എന്ത് ഒരു ഇതുണ്ടെങ്കിലും ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. ആ ഒരു സംഗതിയും കൂടി ഞങ്ങൾക്ക് ഈ സിനിമയിൽ ചെയ്യാൻ വന്നു. ഞങ്ങളൊരു ഫ്രണ്ടായിട്ട്, നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് ഈ സിനിമയിൽ വരാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അത് ഫാസിൽ ഞങ്ങളെ നോട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു അവസ്ഥ എത്തിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഫാസിലും സുഹൃത്തുക്കളും ചേർന്ന് നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. നിരവധി ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. സിനിമയൊരുക്കുന്നതിൽ മൃദുലിന്റെ ക്യാമറയും വിനായക് സുധന്റെ എഡിറ്റിംഗും വിജയത്തിന് കരുത്തായി. ഫാസിലിന്റെ കോളേജ് കാലത്തെ സുഹൃത്തുക്കൾ തന്നെയാണ് തടവിന്റെ അണിയറയിലും സഹകരിച്ചിരിക്കുന്നത്.